ഒരു കാട്ടിൽ ഒരു മനോഹരമായ കലമാനുണ്ടായിരുന്നു. ആ കലമാനെ ഒരു വേടൻ വേട്ടയാടാൻ പദ്ധതി ആസൂത്രണം ചെയ്തു. ഈ മാൻ സ്ഥിരമായി കാട്ടിൽ പഴങ്ങൾ കഴിക്കാൻ വേണ്ടി വരുന്ന ഒരു മരം, ആ മരത്തിൻ്റെ താഴെ വേടൻ വല വിരിച്ച് മരത്തിൻ്റെ മുകളിൽ മാനിനെ പ്രതീക്ഷിച്ചിരിപ്പായി. സാധാരണ മാന് വരുന്ന സമയത്ത് മാന് വരുന്നു. മരത്തിൻ്റെ താഴെ നോക്കിയപ്പോൾ സാധാരണയേക്കാൾ കൂടുതൽ പഴങ്ങൾ അവിടെ കാണാനിടയായി. മാനൊന്ന് അല്പം ആശങ്കിച്ചു, ഇന്നെന്തേ മറ്റ് മൃഗങ്ങളൊന്നും പഴങ്ങൾ കഴിക്കാൻ വന്നിട്ടില്ലേ? ഇത്രയും അധികം പഴങ്ങൾ ഈ മരത്തിൻ്റെ താഴെ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഒന്നുകൂടി സൂക്ഷിച്ച് ആ മരത്തിനടിയിലേക്ക് നോക്കിയപ്പോൾ ആ മരത്തിൽ നിന്നല്ലാത്ത പഴങ്ങൾ കൂടി ആ മരത്തിൻ്റെ താഴെയുള്ളത് മാനിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മാനിൻ്റെ ആശങ്ക ഒന്നുകൂടി വർദ്ധിച്ചു. മരത്തിൻ്റെ അടുത്തേക്ക് വരാൻ മാന് വിസമ്മതിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ, മടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ മരത്തിൻ്റെ മുകളിലുള്ള വേടൻ ഈ മാനിനെ മരത്തിൻ്റെ അടുത്തേക്ക് ആകർഷിക്കാൻ വേണ്ടി തൻ്റെ കയ്യിൽ കരുതിയിട്ടുള്ള പഴങ്ങൾ മാനിൻ്റെ അടുത്തേക്ക് എറിഞ്ഞു കൊടുത്തു. ഇതോടുകൂടി മാനിൻ്റെ ആശങ്ക കുറേ കൂടി വർദ്ധിച്ചു. സാധാരണഗതിയിൽ മരത്തിൽ നിന്ന് പഴം വീഴുന്നത് നേരെ താഴെയാണല്ലോ. ഇങ്ങനെ മരം എനിക്ക് പഴം എറിഞ്ഞു തരാറില്ല, ഇതിലെന്തോ ചതിയുണ്ട് എന്ന് മനസ്സിലാക്കിയ മാന് ചുറ്റുപാടും നോക്കി. മരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ തന്നെ വേട്ടയാടാൻ കരുതിയിരിക്കുന്ന വേടനെയാണ് മാനിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടനെ മാന് ആ മരത്തിനോടായി, വേടനെ കണ്ട ഭാവം നടിക്കാതെ മരത്തിനോടായിട്ട് മാന് ഇങ്ങനെ പറഞ്ഞു, നീ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി എനിക്കിന്ന് നിന്നെ കാണുന്നു. സാധാരണ നീ കുറച്ച് പഴങ്ങളാണ് എനിക്ക് വേണ്ടി കരുതി വെക്കാറുള്ളത്, എന്നാൽ ഇന്ന് കുറേ അധികം പഴങ്ങളുണ്ട്. സാധാരണ നിൻ്റെ മരത്തിൽ നിന്നുള്ള പഴങ്ങൾ മാത്രമാണ് നീ എനിക്ക് തരാറുള്ളത്, എന്നാൽ നിൻ്റെ മരത്തിലില്ലാത്ത പഴങ്ങൾ കൂടി നീ എന്നെ തന്ന് എന്നെ ആകർഷിക്കുകയാണ്. എനിക്ക് പഴം ആവശ്യമായി വരുമ്പോൾ നിൻ്റെ അടുത്തേക്ക് വന്ന് ഞാൻ കഴിക്കാറാണ് പതിവ്. ഞാൻ ഉള്ളിടത്തേക്ക് നീ ഒരിക്കലും പഴം എറിഞ്ഞ് തരാറില്ല. അതുകൊണ്ട് ഇന്ന് എനിക്ക് നിൻ്റെ പഴങ്ങൾ ആവശ്യമില്ല. ഈ കാട്ടിൽ വേറെയും മരങ്ങളുണ്ടല്ലോ, അവിടെ പോയി ഞാൻ എൻ്റെ ആഹാരം തേടിക്കൊള്ളാം എന്ന് മരത്തിനോടായി പറഞ്ഞ് മാന് അവിടെ നിന്ന് തിരിഞ്ഞ് നടക്കുന്നതാണ് കഥയുടെ അവസാന ഭാഗം. പറഞ്ഞു വരുന്നത്, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുവാനും ചിന്തിക്കുവാനും നമുക്ക് സാധിക്കണം. 1990-കൾക്ക് ശേഷം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പലതരത്തിലുള്ള സാമ്പത്തികമായ തട്ടിപ്പുകളുണ്ട്, ക്രമക്കേടുകളുണ്ട്. ആട് തേക്ക് മാഞ്ചിയത്തിൽ നിന്ന് തുടങ്ങി ഏറ്റവും ഒടുവിൽ CSR ഫണ്ട് എന്ന സ്വഭാവത്തിൽ പകുതി വിലക്ക് സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിനിടയിൽ ടോട്ടൽ ഫോർ യു വന്നു. അതുപോലെ തന്നെയുള്ള മറ്റൊരുപാട് ലിസ് എന്ന് പറയുന്ന നിങ്ങൾ പണം നിക്ഷേപിക്കൂ, ഇരട്ടിയായി പിൻവലിക്കൂ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ. ഇങ്ങനെ മനുഷ്യനെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും വാഗ്ദാനങ്ങളുമായി ആരെങ്കിലും വരുമ്പോൾ 2 തവണ ആലോചിക്കാനുള്ള വിശേഷ ബുദ്ധി നമ്മൾ കാണിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മളത് കാണിക്കാറില്ല. പലതരത്തിലുള്ള വാഗ്ദാനങ്ങളുമായി, പതിവിൽ കവിഞ്ഞ പുഞ്ചിരിയുമായി, പതിവിൽ കവിഞ്ഞ പ്രലോഭനങ്ങളുമായി ആളുകൾ നമ്മളെ സമീപിക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കുവാനും ഈ പുറമേ കാണുന്നതിൻ്റെ അകത്തുള്ള കാണാച്ചരടുകൾ, തൻ്റെ മുമ്പിലെത്തുന്ന പഴങ്ങളുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വേടൻ്റെ ചരടുകൾ കാണാൻ ഈ കലമാൻ കാണിച്ച ആ ഒരു ബുദ്ധിയെങ്കിലും വിശേഷ ബുദ്ധിയുണ്ട് എന്ന് അവകാശപ്പെടുന്ന മനുഷ്യൻ്റെ പ്രവർത്തനത്തിൽ കാണേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.